അയ്യേ, ഇത് നാട്ടുകാർ കാണും. ഇങ്ങനെ കിടന്ന് തുള്ളി ഇതൊക്കെ ഇടിഞ്ഞു വീഴും. വീണോട്ടെ. താമസിക്കാൻ ഒരു സ്ഥലം തന്നു കരുതി എന്ത് പോക്കത്തരവും കാണിക്കരുത് കേട്ടോ. ഇടോ, തന്നോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. ഡാഡി വരുന്നവരെ താമസിക്കാൻ 15 ദിവസം. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്ന എന്തിനാ? വാശി പിടിക്കല്ലേ, നല്ല കുട്ടിയല്ലേ. ഇവിടെ അടുത്തൊരു വിമൻസ് ഹോസ്റ്റലുണ്ട്. 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നോ, ഡാഡി വരുമ്പോ എനിക്ക് നിങ്ങളെ കയ്യോടെ കാണിച്ചു കൊടുക്കണം. എന്തിനെന്നോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചൂണ്ടിക്കാണിക്കാൻ. അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയാൻ. താ ഉദ്ദേശിക്കുന്ന പോലൊന്നും നടന്നിട്ടില്ല. അതിന് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ശരി, സമ്മതിച്ചു. അങ്ങനെ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഡാഡി വന്നിട്ടല്ലേ അതിനൊരു തീരുമാനമാവൂ. അഞ്ജു, ഞാൻ പറയുന്നേക്കെ, ഹോസ്റ്റലിലാവുമ്പോ അഞ്ജുവിന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ താമസിക്കാം. ഇത്രയും ഞാൻ മര്യാദയ്ക്ക് പറയുന്നു. ഇനി മര്യാദ അല്ലാത്ത ഭാഷ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയാം. എന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. കൊന്നുകളെ ഞാൻ, കേട്ടോ? പറഞ്ഞു വരുമ്പോ ഇവളെന്റെ ഒരു ബന്ധുവായിട്ട് വരും. എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഇളയമ്മയുടെ ഓണ. പേര് അഞ്ജു. പഴയ കൂട്ടുകുടുംബാ. ഇവിടെ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാ. ഒരു 14 ദിവസത്തേക്ക് സിസ്റ്റർ ഇവളെ ഇവിടെ താമസിപ്പിക്കണം. വീട്ടിൽ ആവട്ടേക്കാ. ഇതൊരു 5000 രൂപയുണ്ട്. ഇവളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞു വിടും. നോ കോംപ്രമൈസ്. പിന്നെ ഭരതമ്മേനോന്റെ മകൻ ആദ്യമായി വന്ന ഒരു കാര്യം പറയുമ്പോ റെസിപ്റ്റ് കൊണ്ടുവരാം. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അത്രയ്ക്ക് മുഖശ്രീ ഉണ്ടല്ലോ. ദയവേത് എന്നെ അവരുടെ മുന്നിലിട്ട് നാറ്റിക്കരുത്. 14 ദിവസവും ഞാൻ വന്ന് കണ്ടോളാം. ഡാഡി വരുമ്പോ കാല് വീണ് മാപ്പ് പറഞ്ഞോളാം, പ്ലീസ്. താങ്ക് യു. ശരി. ഞാൻ അയാളുടെ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്താ മാറ്റമുണ്ടോ? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറയാ. പിന്നെ വാഷ് ബേസിനുള്ള മുറി തന്നെ എനിക്ക് വേണം. എനിക്ക് എപ്പോഴാ ഛർദ്ദിക്കാൻ വരാന്ന് പറയാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റുള്ള ഉടനെ ഛർദ്ദിക്കാൻ വരും. പിന്നെ പുളിമാങ്ങയും മസാല ദോശയാ ഇപ്പോഴത്തെ ഇഷ്ടം. ദൈവത്തിന്റെ മണവാട്ടിമാരുടെ മുഖത്ത് നോക്കി പ്രിൻസിനെ പോലെ കള്ളം പറയാൻ എനിക്ക് ധൈര്യമില്ല. ഏതാ എന്റെ മുറി? കുട്ടിക്കിവിടെ മുറിയില്ല. ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു. യവനെയൊന്നും കുത്തിക്കൊന്നാ പോരാ. വിധിയായി മാനന്തവാടി. ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ 2 ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു. ಅಂಗಡಿಯಲ್ಲಿ ಯಾರು ಇಲ್ವೋ? ಏನು ಬೇಕು? 1 ಕಿಲೋ ಕೋಳಿ ಬೇಕು. ಡೇ 1 ಕಿಲೋ. പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? കഴുതവിന്റെ മറ്റാനോ? നീ എന്തിനു ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടി.
എന്താ ഇത്ര കിടിക്കാവുള്ള? പോയടാ പോയി. ആര്? IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞയച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ, കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് നോക്ക്. അങ്ങോട്ട് നോക്ക്. എന്നെ അവരവിടുന്ന് ഇറക്കി വിട്ടു. എടാ അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും. ഏത് ശാലിയുടെ കാര്യമാണോ താനീ പറയുന്നേ? താൻ ഇത്ര ശുദ്ധനായി പോയല്ലോ ഏറാടി. അവന്റെ കല്യാണം ഉറപ്പിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കൊടി പിടിക്കാൻ കയറി വരുന്നു. ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞു എന്ന് കരുതി എന്നിട്ട് അവളെവിടെ? എന്താ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഷോപ്പിംഗ് കഴിഞ്ഞപ്പോ നേരം വൈകി. ഇന്ന നേരത്തെ വരാവുന്ന നിയമമൊന്നുമില്ലല്ലോ. നീ ആരാടി? മിസ്സസ് ജയകുമാർ അല്ലേ? ഭർത്താവിന്റെ അനിയനോട് ചോദിക്കേ. പ്രിൻസിന് അറിയാം ഞാൻ ആരാണെന്ന്. ശാരദ, നീ അവളോടൊന്ന് സംസാരിക്കണ്ട. അവൻ എവിടെ പോയടോ തന്റെ പ്രിൻസിപ്പൽ? എന്തൊക്കെയാടാ ഈ കാണുന്നത്? ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നോ, ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ. എന്റെ അനുജന് സദാചാരബോധം പോയിട്ട് സ്വബോധം പോലും ഇല്ലെന്ന ആ കന്യാസ്ത്രീ വിളിച്ചു പറഞ്ഞത്. നിന്റെ കൂടെ ഞങ്ങളുടെ മക്കൾ നിന്നാൽ അവർ നിന്നേക്കാൾ വഷളാവും. നിന്റെ കല്യാണത്തെ പറ്റി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അച്ഛനും അമ്മയും നാട്ടിലിരിക്കുന്നത്. അറിയാമോ നിനക്ക്? അച്ഛനും അമ്മയും താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെ വാടകയ്ക്ക് ഒരുത്തിയെ നീ അന്തിക്കൂട്ടിന് വിളിച്ച് കയറ്റിയില്ലേടാ? ആ, തറവാട് കുളന്നോണ്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം. ഇത് വീടല്ല, സത്രവാ, സത്രം. നിന്നെ കൊണ്ട് ആരാ ചെയ്യിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. അവൻ എന്റെ ഒന്ന് കിട്ടട്ടെ. കേറടി അങ്ങോട്ട്. ഞാൻ വരുന്നില്ല. കേറടാ അങ്ങോട്ട്. എന്നോട് കറങ്ങി നടക്കല്ലേ? എന്നോട് പറഞ്ഞു ആന്റി. കൊച്ചച്ചാ, ആന്റി. ആന്റി. അയ്യോ, ആന്റി പറയണേ കൊച്ചച്ചാ. കൊച്ചച്ചാ. കുഞ്ഞേ, മതിയായി. കൊച്ചമ്മ ഒന്ന് ചോദിക്കുമ്പോ എനിക്ക് പറയാനൊരു ഉത്തരവില്ല. ഞാനല്ലേ 4 നേരം അവക്ക് വെച്ച് വിളമ്പിയത്. ഈ ജന്മം കൊച്ചമ്മ എന്നോട് പൊറുക്കത്തില്ല. ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. 18 വർഷം ഈ വീടിനെ വന്നിച്ചിട്ടേ ഉള്ളൂ ഏറാടി, നിന്നിച്ചിട്ടില്ല. ഇപ്പൊ അതുമായി. തൃപ്തിയായില്ലേ? പോയാ? നിനക്ക് മതിയായില്ലേ? മതിയായില്ല. ലോകത്തൊരു പെണ്ണും നിന്റെ അത്ര ദുഷ്ടമല്ല. ചുമ്മാ അല്ല നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക. ഇനി വെറും 10 ദിവസം കൂടെ സഹിച്ചാ പോരെ? അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശീലമായിക്കോളും. ഓടാ തെണ്ടി. എല്ലാരെയും കൊണ്ട് നന്നായി വരുന്നെന്ന് പറയിപ്പിക്കാൻ ഞാൻ എത്രമാത്രം പാടുപെട്ടെന്നറിയോ? ഇപ്പൊ എല്ലാം പോയില്ലേ? നിന്റെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഞാൻ സഹായിക്കാം ഫ്രണ്ട്സ്. ഇനി നിന്നെ കല്യാണം കഴിക്കാൻ പോയ ചെറുക്കനുണ്ടല്ലോ, അവൻ ഭാഗ്യം ചെയ്തവനാ. 15-ാം തീയതി അല്ല 1015-ാം തീയതി കഴിഞ്ഞാലും നിന്റെ ഡാഡി തിരിച്ചു വരുന്ന അറിയോ? നീ ഇങ്ങനെ ഇമോഷണൽ ആകാതെ പ്രിൻസ്. അവളെ ഇവിടുന്ന് എന്നേക്കുമായി അടിച്ചിറക്കണം. അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. എന്ത് വഴി? നീ തന്നെ പറ. വേറെ വഴിയുണ്ട്. വഴിയുണ്ട്.
ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, ആദിമ ಗುಂಡರಾವ್, ನೀ ಅಂಗಡಿ ನೋಡ್ಕೊಳ್ಳಿ, ನಾನೀಗ ಬರ್ತಾನೆ. ಪ್ರಿನ್ಸೆ, 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 ಪ್ರಿನ್ಸೆ. എന്താ ദാ, എന്താ അവളുടെ കാർ ഇവിടെ കാണുന്നില്ലല്ലോ. അഞ്ജു, 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 അഞ്ജു. ഗുഡ് ബൈ പ്രിൻസ്. രണ്ടാം ചരമവാർഷികം. ജനനം 31/3/72, മരണം 23/4/90.